UK പ്രൈം മിനിസ്റ്റർ സ്റ്റാർമർ കോബ്ര മീറ്റിംഗ് അവസാനിപ്പിക്കുന്നു. ഈ മീറ്റിംഗ് അവസാനിപ്പിച്ചിട്ട് അവിടെയുള്ള പാർലമെന്റ് മെമ്പേഴ്സിനോട് പറയുകയാണ്, എപ്പോൾ വേണമെങ്കിലും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാം, ആ സമയം നമ്മൾ സഹായിക്കണം എന്നാണ്. ഈ കോബ്ര മീറ്റിംഗ് എന്നതും എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാം എന്ന് പറഞ്ഞതിനും എന്ത് ബന്ധമാണുള്ളത്? നെതന്യാഹു സംസാരിക്കുകയാണ്, ഇറാൻ സെജിൽ എന്ന ഒരു മിസൈൽ ഇന്നലെ ഇസ്രായേലിനെതിരെ അയച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതിനുശേഷം നെതന്യാഹു സംസാരിച്ച കാര്യങ്ങൾ ഇന്ന് വൈറലായി മാറിയിരിക്കുകയാണ്. എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഈ കോബ്ര യോഗം എന്നത് മറ്റൊന്നുമല്ല, ക്യാബിനറ്റ് ഓഫീസ് ബ്രീഫിംഗ് റൂം. ഇതിനെയാണ് ഷോർട്ടായി കോബ്ര എന്ന് പറയുന്നത്. ഇവിടെ വെച്ചാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. ആ തീരുമാനങ്ങൾക്ക് ആരെല്ലാം സമ്മതം അറിയിക്കുന്നു, ആരെല്ലാം അതിന് എതിർപ്പ് കാണിക്കുന്നു എന്നുള്ളതെല്ലാം റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ കോബ്ര മീറ്റിംഗ് സ്റ്റാർമർ അവസാനിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം നൽകിയ ഒരു ഹൈ അലേർട്ട്. അതെ, ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാൻ ഒരു പദ്ധതിയുണ്ട്. ഇതിനുശേഷം ഇസ്രായേൽ ഒരു 60 വിമാനങ്ങൾ ഉപയോഗിച്ച് 20-ലധികം മിലിറ്ററി ടാർഗറ്റ്സിനെ ആക്രമിച്ചു എന്നുള്ള വിവരം പുറത്തുവിട്ടു. അതിൽ യുറേനിയം എൻറിച്ച്മെന്റ് ആൻഡ് സെൻട്രിഫ്യൂജ്, കൂടാതെ മിസൈൽ ആൻഡ് എയർ ഡിഫൻസ് പ്രൊഡക്ഷൻ ഫെസിലിറ്റി, ന്യൂക്ലിയർ വെപ്പൺസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ, ഇവയെല്ലാം ഇറാന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിരുന്നു. ഇവയെല്ലാം ഞങ്ങൾ ആക്രമിച്ചു എന്നുള്ള ഒരു വിവരം അദ്ദേഹം നൽകി. അപ്പോൾ ഈ സെജിൽ മിസൈൽ ഇറാൻ ഇസ്രായേലിനെതിരെ അയച്ചു എന്ന് പറയുന്ന ആ നിമിഷം മുതൽ ഈ യുദ്ധത്തിന്റെ ആ ഒരു ഡയമെൻഷൻ തന്നെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോ ദിവസവും പുതിയ പുതിയ മിസൈൽ പരിചയപ്പെടുത്തുകയാണ് ഇറാൻ. ഇവയെല്ലാം തടസ്സപ്പെടുത്താനും ഇറാനെ മുഴുവനായും നിർവീര്യമാക്കാനും ഏതെല്ലാം ആക്രമണം നടത്തണം എന്നൊക്കെയാണോ ഇസ്രായേൽ ചിന്തിക്കുന്നത്, അതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായി അദ്ദേഹം ഒരു വീഡിയോയിലൂടെ സംസാരിച്ചിട്ടുമുണ്ട്. അതിൽ, ഡിയർ സിറ്റിസൺസ് ഓഫ് ഇസ്രായേൽ, വി ആർ ഓൺ ദ 6th day ഓഫ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ. നമ്മൾ 6ാം ദിനത്തിലാണ് ഉള്ളത്. ഇവിടെ 2 എക്സിസ്റ്റിംഗ് ത്രെഡിനെതിരെ നമ്മുടെ ഇസ്രായേൽ രാജ്യം പോരാടുകയാണ്. ഒന്നാമത്തേത് ബാലിസ്റ്റിക് മിസൈൽ ത്രെഡാണ്. നമ്മുടെ രാജ്യത്തിനെതിരെ ബാലിസ്റ്റിക് മിസൈൽ ഭീഷണിയുണ്ട്. മറ്റൊന്ന് ന്യൂക്ലിയർ ത്രെഡിനെതിരെയാണ്. അപ്പോൾ ഈ ബാലിസ്റ്റിക് മിസൈൽ ത്രെഡ്, ന്യൂക്ലിയർ ത്രെഡ്, ഇവ രണ്ടും ഇറാന്റെ പക്കൽ നിന്നാണ് ഇസ്രായേലിന് ലഭിക്കുന്നത്. ഈ 2 ഭീഷണിക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം ഇപ്പോഴുള്ളത്. അതേസമയം അദ്ദേഹം പറഞ്ഞത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടുവേർഡ്സ് റിമൂവിങ് ദീസ് ത്രെഡ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓരോ പടിപടിയായി നമ്മൾ കയറുകയാണ് ഈ 2 ത്രെഡിൽ നിന്നും നമ്മളെ സംരക്ഷിക്കാനായി. അടുത്ത് പറഞ്ഞത് ടെഹ്റാന്റെ ആ ഒരു സ്കൈസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു എയർ സുപ്പീരിയോറിറ്റി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതേസമയം വി ആർ സ്ട്രൈക്കിംഗ് ദ അയത്തുള്ളാസ് റെജിമെന്റ് വിത്ത് ട്രമൻഡസ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അയത്തുള്ള റെജിമിനെതിരെ നമ്മുടെ ഫോഴ്സ് ശക്തിയായി ആക്രമണം നടത്തിയിട്ടുണ്ട്. നമ്മൾ ന്യൂക്ലിയർ വെപ്പൺസ്, മിസൈൽസ് ഹെഡ്ക്വാർട്ടേഴ്സ്, സിംബൽസ് ഓഫ് പവേഴ്സ്, ഇവയെ എല്ലാം എതിർത്ത് നമ്മുടെ യുദ്ധം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അഡ്മിനിസ്ട്രേഷനിൽ ഈ അറ്റാക്കിന് സമ്മതം അറിയിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി എന്നും പറഞ്ഞു. അതേസമയം സിറ്റിസൺസ് ഓഫ് ഇസ്രായേൽ, നിങ്ങളുടെ സ്ഥിരതയില്ലാതെ ഇതൊന്നും സാധിച്ചിരിക്കില്ല. നിങ്ങൾക്കും എൻ്റെ നന്ദി, നിങ്ങളുടെ ശക്തി അത് എപ്പോഴത്തെയും പോലെ തുടരണമെന്നും പറഞ്ഞു. അടുത്ത അദ്ദേഹം പറഞ്ഞത് വി ആർ സഫറിങ് മെനി ലോസസ്. നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട്, പെയിൻഫുൾ ലോസസ് ഉണ്ട്. എന്നാൽ അതിനും അപ്പുറം നമ്മുടെ ശക്തി, ജനങ്ങളുടെ ശക്തി, സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ സ്ട്രോങ്ങർ ദാൻ എവർ. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇസ്രായേൽ എപ്പോഴും ഉള്ളതിനേക്കാൾ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മിനിസ്ട്രിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരെല്ലാമാണോ ഇതിൽ എഫക്റ്റ് ആയിട്ടുള്ളത് അവരെ എല്ലാം സംരക്ഷിക്കാൻ, എല്ലാവർക്കും ഒരു സംരക്ഷണം ലഭിക്കും. അതേസമയം ഗാസ സ്ട്രിപ്പിൽ നമ്മുടെ യുദ്ധം തുടരും എന്നുള്ള ഒരു വാക്കും അവിടെ കൂട്ടിച്ചേർത്തു. ഗാസയിലുള്ള നമ്മുടെ ടാർഗറ്റിനെ അച്ചീവ് ചെയ്യും. ഗാസയിൽ 2 ടാർഗറ്റ് ഉണ്ട്. ഒന്നാമത്തേത് ഹമാസ്, അവരെ പൂർണ്ണമായും നശിപ്പിക്കുക. മറ്റൊന്ന് റിട്ടേണിംഗ് ഓഫ് ഓൾ അവർ ഹോസ്റ്റേജസ്, ബോത്ത് ലിവിങ് ആൻഡ് ഡെഡ് എന്നും പറഞ്ഞു. അപ്പോൾ ഇറാനിൽ ഇസ്രായേലിന് 2 ത്രെഡാണുള്ളത്. അതേസമയം ഗാസ ഭാഗത്ത് 2 രീതിയിലുള്ള ജോലികൾ അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും പറഞ്ഞു. ഇവ രണ്ടും സംഭവിക്കുമെന്നുള്ള ഒരു ഉറപ്പും ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകുന്നു. നമ്മൾ ഹീറോയിക് ഫൈറ്റേഴ്സിനെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ധീരരായ നമ്മുടെ സൈനികരെ നമ്മൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ കുടുംബത്തിന് അതിൻ്റെ വേദന ഉണ്ടാകും. അവരോടൊപ്പം ഇസ്രായേൽ എന്നും നിലകൊള്ളുമെന്നും പ്രസിഡന്റ് ട്രംപിന് എൻ്റെ നന്ദി. ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഞങ്ങളോടൊപ്പം എപ്പോഴും നിൽക്കുന്നതിന് ട്രംപിന് നന്ദി. ഓരോ ഫൈറ്റിലും ഞങ്ങളുടെ കൂടെ തന്നെ നമുക്ക് വേണ്ടി, ഇസ്രായേൽ എന്ന പേരിന് വേണ്ടി നിൽക്കുന്ന അമേരിക്കയുടെ എല്ലാ സഹായവും ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. നന്ദിയുള്ളവരായിരിക്കും. അതേസമയം ഇവിടെയുള്ള ജനങ്ങളായ നിങ്ങളുടെ വിശ്വാസത്തിന് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും. നമ്മളെല്ലാവരും വിജയിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്പീച്ച് അവസാനിപ്പിച്ചു. ഈ ഒരു സ്പീച്ചിൽ നിന്നും ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. യുദ്ധം അവസാനിപ്പിക്കേണ്ട ഏതൊരു ഐഡിയയും നെതന്യാഹുവിന്റെ പക്കലില്ല. ഇനി അവിടെ ഹമാസ് ആയിക്കോട്ടെ, ഗാസ യുദ്ധമായിക്കോട്ടെ, ഇനി ഇവിടെയുള്ള ഇറാൻ യുദ്ധമായിക്കോട്ടെ,
ഇവ രണ്ടും ഒരുപോലെ തുടർന്നു കൊണ്ടുപോകുവാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത്. ഇതിനിടയിൽ സെൻകോം കമാൻഡർ ഗുറില്ല ട്രംപിനോടൊരു കാര്യം പറയുകയാണ്. ഇറാനെ ആക്രമിക്കാൻ എൻ്റെ പക്കൽ ഒരു മിലിറ്ററി പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇറാനെ നമുക്ക് നശിപ്പിക്കാൻ കഴിയുമെന്ന് സെൻകോം നേതാവ് ഗുറില്ല പുതുതായി ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ്. അടുത്തത്, ഡൊണാൾഡ് ട്രംപിനും തുൾസിക്കും ഇടയിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്നും പറയുന്നുണ്ട്. കാരണം നാഷണൽ ഇന്റലിജൻസിന്റെ മേധാവിയാണ് തുൾസി പറഞ്ഞിരിക്കുകയാണ് ഇറാന്റെ കൈവശം അണുവായുധം ഇല്ല എന്ന്. പക്ഷെ ഡൊണാൾഡ് ട്രംപ് പറയുകയാണ് ഇല്ലില്ല, ഇറാന്റെ പക്കൽ അണുവായുധം ഉണ്ട് എന്ന്. അപ്പോൾ ഒരു പക്ഷേ ഇറാന് എതിരെയുള്ള അറ്റാക്ക് അമേരിക്ക എപ്പോഴാണോ തുടങ്ങുന്നത് ആ സമയം തുളസി അവരുടെ ആ ഒരു സ്ഥാനം രാജിവെക്കാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നു. എലോൺ മസ്ക് എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ സ്ഥാനം രാജിവെച്ചത്, അതുപോലെ തന്നെ ഈ തുൾസി ഗബാർഡും അവരുടെ ഈ സ്ഥാനം രാജിവെച്ച് ട്രംപിന്റെ ഭരണകൂടത്തിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നു. കാരണം ഇവർ രണ്ടുപേരും, ഈ എലൻ മസ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ തുൾസി ആയിക്കോട്ടെ, രണ്ടുപേരും ഇവരുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇവർ മികച്ച ജോലി ചെയ്തവരായിരുന്നു. എന്നാൽ ട്രംപിന്റെ വ്യത്യസ്തമായ നിലപാടുകൾ, തീരുമാനങ്ങൾ, സെക്കൻഡ് ടു സെക്കൻഡ് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ മാറുന്നത് കൊണ്ട് തന്നെ നിരവധി പ്രശ്നങ്ങൾ അവർക്കും വരുന്നുണ്ട്, അവരെ ഫോളോ ചെയ്യുന്ന അവരുടെ ടീംസിനും വരുന്നുണ്ട്. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ തുളസി പോലുള്ള വ്യക്തികൾ അവരുടെ സ്ഥാനം രാജിവെക്കും എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകൾ. അടുത്തത് ഇറാന്റെ ഓയിൽ എക്സ്പോർട്ടാണ്. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും, ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ അവഗണിക്കും. ഇറാൻ ഭയപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ, ഭയപ്പെടുന്നുണ്ട്. ഇറാന്റെ ഓയിൽ എക്സ്പോർട്ടിലൂടെ തന്നെ നമുക്കത് അറിയാനും സാധിക്കും. അതെങ്ങനെയാണ് സാധിക്കുക? കഴിഞ്ഞ വർഷം ഇറാൻ എത്ര കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നു, ഈ വർഷം എത്ര കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഒരു ദിവസം 2.3 മില്യൺ ബാരൽസോളം അവർ കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതും ഈ ജൂൺ മാസം 13-ാം തീയതിക്ക് ശേഷം ഇത്രത്തോളം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 44% കൂടുതലാണ്. ഈ 44% ഒക്കെ അധികം ഈ 44% അധികമായി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിവിടെ അറിയേണ്ടത്, ഈ 44% അധികമായി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇറാൻ അവരുടെ സ്റ്റോക്ക് പൈൽസിലുള്ള ഈ അസംസ്കൃത എണ്ണകളെല്ലാം വളരെ വേഗത്തിൽ കയറ്റുമതി ചെയ്യുകയാണ്. ഒരുപക്ഷെ ഇറാനുള്ളിൽ ഒരു യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ ഈ ക്രൂഡ് ഓയിൽ അവരെ കൊണ്ട് സംരക്ഷിക്കാൻ സാധിക്കില്ല. യുദ്ധത്തിന് പണം ഒരുപാട് ആവശ്യം വരും. ഇവ രണ്ടിനും അവരുടെ പക്കലുള്ള ഈ അസംസ്കൃത എണ്ണ വളരെ വേഗത്തിൽ കയറ്റുമതി ചെയ്താൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് 44%, അതായത് ഏതാണ്ട് ഒരു കഴിഞ്ഞ തവണയെ അപേക്ഷിച്ച് 1.5 ഇരട്ടി അസംസ്കൃത എണ്ണ ഇത്തവണ അവർ കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, ഇറാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിലൂടെ നെതന്യാഹുവിന്റെ സ്പീച്ച്, അതുപോലെ ഇറാന്റെ അടുത്ത ഘട്ട പദ്ധതി, തുളസിയുടെ രാജിവെക്കൽ, UK പ്രൈം മിനിസ്റ്റർ കെ സ്റ്റാർമറിന്റെ പുതിയൊരു മുന്നറിയിപ്പ്, കോബ്ര മീറ്റിംഗിന്റെ ഔട്ട്പുട്ട്, ഇവയെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടു. വീണ്ടും പല പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ലഭിക്കാൻ പോവുകയാണ്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് വോയിസ് ഓഫ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.